ഗുഡ് മോർണിംഗ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായം. അവിടെ 30-31 വാക്കുകളിൽ ഒരു ചോദ്യത്തിന് ഉത്തരം കിടക്കുകയാണ്. കണ്ണിൻ്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കും. ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ചെവിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യേ വസിക്കും. അതിൻ്റെ ചോദ്യം കിടക്കുന്നത് 15-ന്റെ 12, 13, 14 തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ അധ്യായം ഒരു വചന ശുശ്രൂഷയെക്കുറിച്ചാണ്. തുടങ്ങുന്നത് തന്നെയാണല്ലേ, മൃദുവായ ഉത്തരം, കഠിന വാക്ക്. ഒരു ശുശ്രൂഷകൻ്റെ വാക്ക് മൃദുവായിരിക്കണം. ഒരു പ്രീച്ചറുടെ, പ്രസംഗകൻ്റെ വാക്ക് മൃദുവായിരിക്കണം. അത് ജീവിതങ്ങളെ തൊടും. അപ്പോൾ അതിൻ്റെ 13-ൽ പറയുന്നു, സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു. ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല, ജ്ഞാനികളുടെ അടുക്കൽ ചെല്ലുന്നതുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഉത്തരവാണ്, ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ചെവിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യേ വസിക്കും. അപ്പം മൃദുവായി നമ്മൾ സംസാരിച്ചാൽ ഒരു പരിഹാസി അല്ലെങ്കിൽ ദുഷ്ടൻ അവൻ ശാസന കേൾക്കാൻ തയ്യാറായി ജ്ഞാനികളുടെ മധ്യേ വസിക്കും. സഭയിൽ വന്നിരിക്കും, പ്രസംഗം കേൾക്കും. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു. 30-ൽ പറയുന്നു, കണ്ണിൻ്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഈ ആരുടെ കണ്ണിൻ്റെ ശോഭ? പ്രസംഗകൻ്റെ കണ്ണിൻ്റെ ശോഭ കേൾക്കുന്നവൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. അല്ല, ഒരാൾക്ക് അയാളുടെ തന്നെ കണ്ണിൻ്റെ ശോഭ കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്തു പറയുന്നു അത് പ്രാക്ടീസ് ചെയ്യുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തത് പറയുന്ന മനുഷ്യൻ, അവൻ്റെ കണ്ണ് ഒരു ശോഭയുണ്ട്. അത് കേൾക്കുന്നവൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. അവൻ പറയുന്ന നല്ല വർത്തമാനം കേൾക്കുന്നവൻ്റെ അസ്ഥികളെ തണുപ്പിക്കും. ഹല്ലേലൂയ. അവ പറയുന്ന ആൾക്ക് കണ്ണിൻ്റെ ശോഭ എങ്ങനെ വരുന്നു? കർത്താവേ, അങ്ങയുടെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമെന്നാണ്. അപ്പോൾ പ്രീച്ചർ, പ്രസംഗികൻ വെളിപ്പാട് പ്രാപിക്കണം. അതവൻ്റെ കണ്ണിനെ തുറക്കും. അതവൻ്റെ കണ്ണിനൊരു ശോഭ നൽകും. ഉദാഹരണത്തിന്, ഉപദേശിയുടെ കണ്ണിന് ശോഭ വിശ്വാസിയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. അവൻ പറയുന്ന ഗുഡ് ന്യൂസ്, സുവിശേഷം, അവൻ്റെ അസ്ഥികളെ തണുപ്പിക്കും. അത് ജീവാർത്ഥമായ യേശുവിൻ്റെ ജീവനെ സംബന്ധിച്ച പകരപ്പെടുന്ന ആ ഉപദേശം കേൾക്കുന്ന ചെവിയുള്ളവനാക്കി അവനെ മാറ്റും. അവൻ ജ്ഞാനികളുടെ മധ്യേ വസിക്കും. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് കൃപ ചെയ്യട്ടെ. വചനം നിങ്ങൾക്ക് പൊരുൾ തിരിച്ചാറട്ടെ. വചനത്തിലെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണുമാറാകട്ടെ, അനുഭവിക്കുമാറാകട്ടെ. ജീവൻ നിങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. നിങ്ങളുടെ നിരാശകൾ മാറട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സന്തോഷമുണ്ടാകട്ടെ. നിങ്ങളുടെ കണ്ണുകൾക്കൊരു ശോഭ ഉണ്ടാകട്ടെ. നിങ്ങൾ ജ്ഞാനികളുടെ ഇടയിൽ വസിക്കുമാറാകട്ടെ. ആമേൻ.